അനുഭവങ്ങളിൽ നിന്ന് എടുത്തിട്ടായിരിക്കും. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളിലും ഒരുപാട് മാതാപിതാക്കളുടെ കണ്ണുനീരിന്റെ ഉപ്പുരസം ഉണ്ടാവും, നെഞ്ചെടുപ്പിന്റെ ഇടിമുഴക്കുണ്ടാവും, തേങ്ങലിന്റെ സ്വരം ഉണ്ടാവും. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ മുമ്പിൽ നിന്നുള്ള രക്ഷിതാക്കള് സ്വയം മനസ്സിനോട് 4 ചോദ്യം ചോദിക്കണം. അതിനുള്ള ഉത്തരവും കണ്ടെത്തണം. ഒന്നാമത്തെ ചോദ്യം, ഈ പറയപ്പെട്ട സ്വഭാവം എൻ്റെ മക്കളിലുണ്ടോ? 2, ഈ പറയപ്പെട്ട സ്വാതന്ത്ര്യം എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ടോ? 3, ഈ പറയപ്പെട്ട അനുഭവം എൻ്റെ മക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ? 4, ഈ പറയപ്പെട്ട അനുഭവം എൻ്റെ മക്കളിൽ നിന്നും എനിക്ക് നേരെ ഉണ്ടായാൽ അതെനിക്ക് താങ്ങാൻ പറ്റുമോ? ഈ 4 ചോദ്യം സ്വയം മനസ്സിനോട് ചോദിക്കുക. ഞാൻ ഓരോ അനുഭവം പറയുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ സ്വയം മനസ്സിൽ ഉറപ്പിക്കണം, എന്തൊക്കെ ഞാൻ തള്ളണം, എന്തൊക്കെ കൊള്ളണം, മക്കളുടെ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം. അതൊക്കെ ഓരോ രക്ഷിതാക്കളും ഞാൻ പറയുന്നത് അതേപടി മനസ്സിൽ പതിച്ചു വെക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ മക്കൾ കാരണം നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അപഹാസ്യരാവേണ്ടി വരില്ല. ഞാൻ ഓരോ കാര്യം പറയുമ്പോഴും അതേ ഫീലിനെയും പറയുള്ളൂ. കാരണം എനിക്ക് 4 മക്കളുണ്ട്, 3 പെൺമക്കളും 1 ആൺകുട്ടി. ഞാൻ രക്ഷിതാവാണ്. പറയാനുള്ളത്, നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ജീവിക്കാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, അല്ലേ? ആണല്ലോ, സാറിനോ? സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് നേരെ വിപരീത ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ കുടുംബത്തിന്റെ ഭാഗമാണ് മക്കൾ. കുടുംബമാവുമ്പോൾ മക്കളും കൂടെ ഉണ്ടാവണം, അപ്പോഴേ കുടുംബത്തിന് ഇമ്പം ഉണ്ടാവുള്ളൂ. മക്കളില്ലാത്ത കുടുംബത്തെ കുറിച്ച് ദമ്പതിമാരെ കുറിച്ചിട്ട് ഒരാൾക്ക് നല്ല ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ട്, നല്ല ആസ്തിയുണ്ട്, ആഡംബര കാറുണ്ട്, ദൈവം മക്കളെ കൊടുത്തിട്ടില്ല. മറ്റൊരു കുടുംബത്തില് കൂലിവേല ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ട് വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാത്തിരിക്കാൻ മക്കളുണ്ട്. ഈ 2 കുടുംബത്തെ അപേക്ഷിക്കുമ്പോൾ ഏത് കുടുംബത്തിനാണ് പൂർണ്ണമായിട്ടുള്ള സന്തോഷം? രണ്ടാമത് പറഞ്ഞു, അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്പാദ്യം മക്കളാണ്. മക്കൾ കാരണം 3 രൂപത്തിലാണ് മാതാപിതാക്കൾ പ്രയാസം അനുഭവിക്കുന്നത്. 1, മക്കളില്ലാത്തതിന്റെ പേരിൽ. അത് ഇല്ലാത്തവരോട് ചോദിച്ചാൽ അറിയാം അതിന്റെ പ്രയാസം എത്രയാണ്. ദൈവം ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം കൊടുക്കാത്ത ദമ്പതിമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്, അവരോട് ചോദിച്ചാൽ അറിയാം. 2, മക്കളെ നൽകിയിട്ട് പോലും നമ്മുടെ